അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാണെങ്കിൽ ചർച്ചകൾക്ക് തങ്ങൾ സന്നദ്ധരാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ ആമിർ സെയ്ദ് ഇരവാനിയാണ് ഇറാന്റെ ഈ സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ രാഷ്ട്രീയമായ നീക്കങ്ങൾക്കാണ് ഇറാൻ മുൻഗണന നൽകുന്നതെന്ന് ഇരവാനി പറഞ്ഞു. എന്നാൽ പുതിയ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നും വെടിനിർത്തൽ കരാറുകളുടെ ലംഘനം അവസാനിപ്പിക്കണമെന്നും ഇറാൻ കർശനമായ ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ ഇത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രം സാധ്യമാകില്ലെന്നും പ്രായോഗികമായ നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇറാന്റെ ഈ പ്രസ്താവന വഴി തുറന്നിരിക്കുന്നത്. ഏതു സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു സൈനിക ആക്രമണത്തിന് തുടക്കമിടില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ പരിഹാരത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനോട് സഹകരിക്കും, ഇരവാനി വ്യക്തമാക്കി. യുദ്ധത്തിന്റെ പാതയാണ് അമേരിക്ക തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനും ഇറാൻ ഒരുക്കമാണെന്ന ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന് അയച്ച ഔദ്യോഗിക കത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ അക്കമിട്ട് നിരത്തിയത്. മേഖലയിലെ സമാധാനം തകർക്കുന്ന നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇതോടൊപ്പം തന്നെ അമേരിക്ക പിടിച്ചെടുത്ത ഇറാന്റെ ടൗസ്ക എന്ന കപ്പൽ ഉടനടി വിട്ടു നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപ്പൽ പിടിച്ചെടുത്ത നടപടി കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്നും ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇരവാനി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം ഗൾഫ് മേഖലയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുന്നത് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഒരു കപ്പലിന് നേരെ വെടിയുതിർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒമാൻ തീരത്തിന് സമീപമാണ് ഈ സംഭവം നടന്നത്. ഇത് മേഖലയിലെ സംഘർഷം വീണ്ടും മൂർച്ഛിക്കാൻ കാരണമായിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ കപ്പലിന് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ അറിയിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളെക്കുറിച്ച് ഇറാൻ സംസാരിക്കുമ്പോഴും സമുദ്രമേഖലയിൽ ഇത്തരമൊരു പ്രകോപനമുണ്ടായത് നയതന്ത്ര വിദഗ്ധരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരുന്നു. 2 ആഴ്ചത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടിയതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായ വെടിവെപ്പ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇത് ട്രംപിന്റെ പുതിയ നീക്കങ്ങളെ ബാധിച്ചേക്കാം. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തുടരുമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയെ തടയുന്നതിനും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നതിനുമാണ് അമേരിക്ക ഈ ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ തുടർന്നാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കാനും ശക്തമായ സൈനിക നടപടിയിലേക്ക് നീങ്ങാനും അമേരിക്കയ്ക്ക് മടിയുണ്ടാകില്ലെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് ട്രംപ് താൽപര്യപ്പെടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ശക്തി കേന്ദ്രമായ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷിയിൽ വലിയ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ കരുത്തിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ എണ്ണ വിപണിയെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ മുൻകൈ എടുക്കുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തതാണ് പ്രധാന തടസ്സം. ഇറാൻ അംബാസഡറുടെ കത്ത് ലഭിച്ച കാര്യം ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. ഗൾഫ് മേഖലയിലെ സമാധാനം ലോകത്തിന്റെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കപ്പലുകൾ പിടിച്ചെടുക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകളുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകളും ഈ തർക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കമെന്ന് ഇറാൻ വാദിക്കുന്നു. എന്നാൽ ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. സാമ്പത്തിക ഉപരോധങ്ങൾ മൂലം ഇറാന്റെ ആഭ്യന്തര വിപണിയിൽ വലിയ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ ഉപരോധങ്ങൾ നീക്കം ചെയ്യേണ്ടത് ഇറാന്റെ അടിയന്തര ആവശ്യമാണ്. അതുകൊണ്ടാണ് നിബന്ധനകളോടെയെങ്കിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ സൈന്യത്തിന്റെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യം ഇല്ലാതാക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്.
തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിദേശ സൈന്യം നിലയുറപ്പിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് അവർ കരുതുന്നു. ഇറാന്റെ ഈ നിലപാട് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. ഉപരോധങ്ങളിൽ ഇളവ് വരുത്താൻ ട്രംപ് തയ്യാറാകുമോ, അതോ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. നയതന്ത്ര തലത്തിലെ കരുനീക്കങ്ങൾ വരും ആഴ്ചകളിൽ സജീവമാകും. ചുരുക്കത്തിൽ, യുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയ്ക്ക് ഇറാന്റെ ചർച്ചാ സന്നദ്ധത ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എങ്കിലും ഹോർമുസിലെ വെടിവെപ്പ് പോലുള്ള സംഭവങ്ങൾ ഈ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നു. സമാധാന ചർച്ചകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വരും.